ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഫ്രീ കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്നും ഇങ്ങനെ ഇടണം എന്ന് വിചാരിക്കും, പക്ഷെ ടൈം കിട്ടാത്ത കാരണം അതിങ്ങനെ നീണ്ടു പോയി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസത്തിൽ ഒരു ഫ്രീ കിറ്റ് ഉണ്ടാവുമെന്ന്. ആ ഒരു മാസം അവസാനിക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് തന്നെയാണ് നമ്മൾ ഇടാറ്. പക്ഷേ ഇത് പ്രാവശ്യം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിക്കാറ് മാസം ലാസ്റ്റിലേക്കായിട്ട് ഇടാം. അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു മാസം പിന്നെ പോവാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഒരു പകുതിയോടുകൂടെങ്കിലും ഇടാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ കമൻറ്റിലൊക്കെ ഇങ്ങനെ ഫ്രീ കിറ്റിൻ്റെ വീഡിയോ ഇടുമോ എന്നൊക്കെ ഇങ്ങനെ കാണുമ്പോഴും പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ട് ഫ്രീ കിറ്റ് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ പിന്നെ അത്രയും വൈകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ 2-ാം തീയതി ആയിട്ടുള്ളൂ, നമ്മൾ അടുത്ത മാസത്തേക്ക് കടന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഫ്രീ കിറ്റിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാസം ഉണ്ടാവില്ല, ഇനിയിപ്പോൾ മാർച്ചിലാണ് ഫ്രീ കിറ്റിൻ്റെ വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബേഴ്സിനാണ് ഞാൻ ഇത് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അന്നിങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ അന്ന് ചെയ്യാത്തവരൊക്കെ അങ്ങോട്ട് ചെയ്ത്. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ കൗണ്ടർ കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാമല്ലോ. അപ്പം അന്ന് ഞാൻ അങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ്ട് ഇട്ടപ്പോൾ അന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒരുപാട് പേരുണ്ടായിരുന്നിട്ട് അവരൊക്കെ അത് അന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. എല്ലാവരെയും ഞാൻ പറയണില്ല, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് ഓരോരുത്തരുടെ കമൻറ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. പക്ഷേ അവർക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മുടെ കൂടെ നിന്നിട്ട് അവർക്ക് കിട്ടാണ്ടാവുമ്പോൾ നമുക്കൊരു വിഷമം. പിന്നെ അവർ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും നമ്മൾ ശ്രമിച്ച് നോക്കുക, നമുക്ക് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണാം. നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവട്ടെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തീരെ കിട്ടാത്തവർക്കൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കുക. വീഡിയോസിൽ എന്താണ് പറയണത് എന്നുള്ളത് അതിലുള്ളത് കേട്ടിട്ട് ആണ് മെസ്സേജ് അയക്കേണ്ടത്. അതുപോലെ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക, സ്കിപ്പ് ചെയ്തിട്ട് പോവരുത്. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അതിലെന്താണോ പറയണത് അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തിട്ടുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഒരുപാട് പേര് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയണില്ല, എല്ലാവരും ഞാൻ പറയണില്ല. ഒരുവിധം പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ അന്നൊരു പോസ്റ്റ് ഇട്ടെന്ന് കണ്ടപ്പോൾ ഒരുവിധം പേരൊക്കെ അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ കൗണ്ടർ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ ആ ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് അമർത്തുക. അതൊന്നും ഇപ്പോൾ വലിയ പണിയുള്ള ഇതല്ലല്ലോ. ഞാൻ മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് കാര്യം. ഓരോരോ ഫ്രീ കിറ്റും ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ ഞാനിപ്പോൾ ബീഡ്സിലൊക്കെ വലിയ ലാഭമൊന്നും എടുത്തിട്ടൊന്നുമല്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് വാങ്ങാവുന്ന രീതിയിലാണ് ബീഡ്സും കാര്യങ്ങളൊക്കെ റേറ്റ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോഴും കിറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. കിറ്റ് എല്ലാ പ്രാവശ്യം ബണ്ണിൻ്റെ മെറ്റീരിയൽസാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു 300 രൂപയുടെ ഒരു കിറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 300 രൂപയുടെ കിറ്റ് അതിലെല്ലാ ഐറ്റംസും പെടും. അതായത് എയർ അക്സസറീസിൻ്റെ ഒരുവിധം ഐറ്റംസൊക്കെ പെടും. അത് എന്തൊക്കെയാണ് എന്താണെന്നുള്ളതൊന്നും ഇപ്പം ഞാൻ പറയണില്ല, കാരണം അത് ഞാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല എന്തൊക്കെയാണെന്നുള്ളത്. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 300-350 രൂപയുടെ കിറ്റാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യാത്ത കാരണമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. എന്തായാലും എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കിറ്റ് തന്നെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 3 പേർക്കാണ് ഞാൻ അങ്ങനെ ആ കിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പ്രൈസും ഉണ്ട്, സെക്കൻഡും ഉണ്ട്, തേർഡും ഉണ്ട്. അങ്ങനെ 3 പേർക്കാണ് ഈ ഫ്രിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ നറുക്കിട്ടിട്ട്
ഫസ്റ്റ് നറുക്കിട്ടിട്ട് ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അവർക്ക്, രണ്ടാമത് നറുക്കിട്ടിട്ട് ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അവർക്ക്, മൂന്നാമത് തിരഞ്ഞെടുക്കുന്നത് ആരെയാണോ അവർക്ക്. അപ്പോൾ അതിൽ ഒരുപാട് നമ്മൾ ഉണ്ടാക്കിയ ബണ്ണിൻ്റെ മെറ്റീരിയൽസും ഉണ്ട്. അപ്പോൾ അതും നമ്മളതിൽ ആഡ് ചെയ്യും. അപ്പോൾ ഒരുപാട് അതുണ്ടാക്കിയിട്ട് അതിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ അതിൽ കൂടെ ആഡ് ചെയ്യും. പിന്നെ കിറ്റ്, അതിൽ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവാം, കോപ്പർ ബോ ഉണ്ടാവാം, ബീഡ്സ് ഉണ്ടാവാം, എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു 300-350 റേറ്റിൽ വരുന്ന ഒരു കിറ്റാണ് പ്രാവശ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബണ്ണ് കൊടുക്കാൻ തന്നെ വിചാരിച്ചത്, പക്ഷെ എല്ലാ പ്രാവശ്യം ബണ്ണ് തന്നെ വേണ്ട, അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മാറ്റി പിടിച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റിൽ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പേര് എഴുതുക, അതുപോലെ സ്ഥലം എഴുതുക. എങ്കിൽ മാത്രമാണ് അത് നോക്കിയിട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പേര് മാത്രം ആയതുകൊണ്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് പേരും സ്ഥലം എവിടെയാണെന്ന് വെച്ചെങ്കിൽ സ്ഥലം കമൻറ്റ് ചെയ്യുക. അതും ഒരു വ്യക്തിയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എത്ര കമൻറ്റ് വേണമെങ്കിലും ചെയ്യുക, അതിനൊന്നും കുഴപ്പമില്ല. ഇത് രണ്ടും മെയിനായിട്ട് ഉണ്ടായിരിക്കണം, പേരുണ്ടായിരിക്കണം, സ്ഥലം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ മാസം അവസാനിക്കുന്നതിന് മുന്നായിട്ടാണ് നമ്മൾ ഈ നറുക്കെടുക്കുള്ളൂ. പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, ഒരു 25 ആ ടൈമിൽ 25-ാം തീയതിയോട് കൂടെ നമ്മൾ ഇതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ എങ്ങനെ എല്ലാവരും ഒക്കെ അല്ലേ ഫ്രീ കിറ്റിന് വേണ്ടിയിട്ട്? അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആരാണോ ആ ഭാഗ്യവതി അല്ലെങ്കിൽ ആ ഭാഗ്യവാനൊന്നും അറിയില്ല. അപ്പം അത് 25-ാം തീയതി വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഈ പ്രാവശ്യം കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, നമ്മൾ മാസം മാസം ഫ്രീ കിറ്റിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ പ്രാവശ്യം കിട്ടാത്തവർക്ക് അടുത്ത പ്രാവശ്യം കിട്ടും. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ നോക്കുക. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ ഓരോ മാസവും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുക. എപ്പോഴും കൂടെ സപ്പോർട്ടിനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അത് എന്നോട് ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ മെസ്സേജിന് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും മെസ്സേജിനൊക്കെ റിപ്ലൈ തന്നിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റിപ്ലൈ തരുന്നില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട. അപ്പോൾ റിപ്ലൈ എത്ര വൈകിട്ടാണെങ്കിലും ഞാൻ തരും. അപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.